നേരെ ഇരുത്തി. എന്താ ഒരു വല്ലായ്മ? വീരനെ പോകാൻ അനുവദിക്കുന്നതായിരുന്നു. ആരായി ആ സമയത്ത്? ഞാനാ മാരാരാ. ക്ഷമിക്കണം, അല്പം കുടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത്. അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനിനി ഇല്ലെന്ന്. വയസ്സായത്രേ. അയാളെയും ഹൈദരമരക്കാര് വിലയ്ക്ക് വാങ്ങിയോ? അറിഞ്ഞുകൂടാ. ഭൈരവനെ ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ വരുവോ? നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല. എവിടെയാ അയാളുടെ താമസം? തമിഴ്നാട് ബോർഡറില. ഇവിടെ 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. പൊൻപണിയേട്ടാ, എന്തോ? ഭദ്രനോട് വണ്ടി ഇറക്കാൻ പറയും. വേണ്ട, യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട. ഇറങ്ങല്ലേ? ആ, ഡ്രൈവർ ഈ കാറിന് ഫോളോ ചെയ്തോളൂ. ആരാച്ചാർ എന്ന് പറയുന്നവൻ അത്രയ്ക്ക് VIP ആണെങ്കിൽ ഇവിടെ വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ഏമാനെ. 2 ദിവസം മുമ്പ് മറ്റൊരു ഏമാൻ വന്ന് കണ്ടപ്പോ ഞാൻ എല്ലാം പറഞ്ഞതാ. ഭൈരവ, വിധിക്കാനുള്ള അധികാരമേ ജഡ്ജിക്കുള്ളൂ. കൊല്ലാനുള്ള അധികാരം തനിക്കാ. ഇല്ല, കൊല്ലുന്ന പണി ഞാൻ നിർത്തി ഏമാനെ. തൂക്കാൻ വിധിച്ച ജഡ്ജിക്കില്ലാത്ത നൊമ്പരം തനിക്കെന്തിനെ? ജഡ്ജിക്ക് സ്വർണ്ണപ്പേന കൊണ്ട് കണ്ണും പൂട്ടിയിരുന്ന് എഴുതിയാ മതി. കയറ് പിരിച്ച് കഴുത്തിലിട്ട് തൂക്കിക്കൊല്ലേണ്ടത് ആരാച്ചാരാ അല്ലേ ഭൈരവ? ഈ ലോകത്ത് ആരാച്ചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല. ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ നിങ്ങളിലൂടെ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന 150 രൂപ വളരെ തുച്ഛമായ കൂലിയാ. പഠിക്കണ്ട, പുറങ്ങി പറയാം. പണം വേണ്ട ഏമാനെ, എനിക്കെന്റെ ജീവനാ വലുത്. മാപ്പാക്കണം. വാ പോകാം. ഇയാൾക്ക് പോയെങ്കിൽ ഞാൻ വരാം. നിങ്ങളാരാ? ഞാൻ കാശി. എന്റെ ചേട്ടായ ഭൈരവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഓടാകത്ത്. ചേട്ടായെ ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. മാലോകര് ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലെന്ന്. ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റാ കിട്ടുവോ? ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റിപ്പിരിയെ. ഞാൻ വരാമന്നെ. ഇതിനു മുമ്പ് ആരെങ്കിലും നീ കൊന്നിട്ടുണ്ടോ? ഒരാടിനെ കൊന്നുണ്ട്. ആളെ തൂക്കാൻ അറിയാമന്നെ. ചേട്ടായിയുടെ കൂടെ ഞാൻ അസിസ്റ്റന്റായി പോയിട്ടുണ്ട്. തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ. ഏമാന് സംശയം ചേട്ടായിയോട് ചോദിച്ചു നോക്ക്. ചുമ്മാ ലിവർ വലിക്കണ പണിയെ ചേട്ടായിക്കുള്ളൂ. ഏമാനെ ഇവന് പ്രാന്താ. ഒന്നകത്ത് പോടും. ആണുങ്ങളായ ഉശിര് വേണം. ഉയിര് പോയാലും ഉശിര് കളയരുത്. മുത്തച്ഛന് മഹാരാജാവായിട്ട് കൽപ്പിച്ചു തന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ടു നടക്കാം. ഒരുപാട് പേരെ കൊന്ന ഹൈദരെ തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും. കേട്ടാ? പൂജയും വഴിപാടും കഴിച്ച് റെഡി ആയിരിക്കും. നാളെ ജോസ് നരിമാനയക്കാം. അയ്യോ എന്റെ അമ്മ, അത് പറ്റില്ല. ഇതെന്റെ കന്നി തൂക്ക. 3 ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ആ, ഇത് വെച്ചോളൂ. അപ്പൊ ഞാൻ പോട്ടെ. അതെ.
ഭദ്ര, 3 ദിവസം കഴിഞ്ഞ് ആരാച്ചാർക്ക് വരാൻ പറ്റൂ. അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നമസ്കാരം മന്നാടിയാരെ. മന്നാടിയാർക്ക് എന്നെ മനസ്സിലായോ? ശ്രീനാഥ്, മന്നാടിയുടെ കയ്യിൽ നിന്ന് വീരസിംഹന്റെ ഈ കാറ് വാങ്ങിയത് ഞാനാ. ഇപ്പൊ ഓർക്കുന്നോ? ഈ കാറ് വന്ന് കയറിയ മുതല് എന്റെ വീട്ടിൽ ഭാഗ്യം ഉദിച്ചു. വീരൻ എന്തായാലും നല്ല ഐശ്വര്യമുള്ളവനായിരുന്നു. ചേട്ടാ, ഒന്ന് ഓടിച്ചു നോക്കുന്നോ? ഒന്ന് ഓടിച്ചു നോക്കേട്ടാ. ഐശ്വര്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കി. കരുതിയറില്ലേ? വാന്ന് കരുതോ? ഇല്ല. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം. പക്ഷെ നമ്പർ കൂട്ടുമ്പോ 8 കിട്ടുന്നത്. 9 ആയിരുന്നെങ്കിൽ ഏത് നമ്പറായാലും ഒരു കുഴപ്പമില്ലെന്ന് പെൺമണിയേട്ടാ. അല്ല, അത് ശരിയാ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും 9 ആയിരുന്നെങ്കിൽ. എങ്ങനെ? നന്നായി. അമ്പലത്തിൽ കൊണ്ടുപോയി പുതിയൊരു കാറ് മേടിച്ചു, പൂജിക്കാൻ കൊണ്ടുവന്നു. ആയിക്കോട്ടെ. തിരുമേനി, ഇപ്പൊ ഇവിടെ വന്ന കീർത്തനം പാടിയ കുട്ടിയതാ. പൂവത്തെ കുഞ്ഞിക്കണ്ണന്റെ മോളോ? കുഞ്ഞിക്കണ്ണന്റെ മോളല്ലേ? അതെ. എന്താ പേര്? മായ. ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? 4 വർഷമായിട്ട് മ്യൂസിക് അക്കാഡമി പഠിക്കായിരുന്നു. ഇപ്പോഴാ കോഴ്സ് കഴിഞ്ഞത്. ഞാൻ ഊഹിച്ചു. പിന്നെ കീർത്തനം നന്നായി. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഞങ്ങളുടെ തമ്പുരാന്റെ അനിയനല്ലേ? മൈഥിലി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഏട്ടത്തിയമ്മ അറിയോ? നന്നായി അറിയും. മന്നാടിയാരുടെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. കല്യാണക്കാര്യം മൈഥിലി ചേച്ചി എനിക്ക് എഴുതിയിരുന്നു. എക്സാം ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വില്ലുവെച്ച കുതിരവണ്ടിയിൽ മന്നാടിയാർ പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട്. അതിൽ കയറണമെന്ന് മൈഥിലി ചേച്ചിക്ക് വലിയ മോഹമായിരുന്നു. ഞങ്ങളുടെ തമ്പുരാന് വലിയ മനസ്സാ.